എല്ലാവർക്കും സുഖമാണ്. അപ്പൊ ഇന്ന് നമ്മൾ ഡപ്പോയിൽ പോവാണ് മിരേന്റെ ബർത്ത്ഡേയില്. അപ്പൊ രാവിലെ 8 മണിയായി. എനിക്ക് ഞങ്ങള് തലേദിവസം ഞങ്ങൾക്ക് ഇറങ്ങാൻ പറ്റില്ല, കാരണം ഡ്യൂട്ടി ഒക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞാൻ ഓൺ കോൾ ആയിരുന്നു. അപ്പോ ഇന്നലെ വൈകിട്ട് 5:30 മുതൽ ഇന്ന് രാവിലെ 7 മണി വരെ നമുക്ക് സ്ഥലം വിടാൻ പറ്റത്തില്ല അല്ലേ? നമുക്ക് എന്തെങ്കിലും കേസ് ഉണ്ടെങ്കിൽ വിളിക്കും കേട്ടോ. അപ്പൊ അതുകൊണ്ട് 7 മണി കഴിഞ്ഞ് എന്തായാലും നമുക്ക് ഇറങ്ങാൻ പറ്റുകൊണ്ടായിരുന്നുള്ളൂ. അത് നമുക്ക് മാറ്റാൻ പറ്റിയില്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പൊ എനിവേ നമ്മള് അതേപോലെ റെഡിയായി, റെഡി ആയിക്കൊണ്ടിരിക്കുവാണ്. ഞങ്ങളൊക്കെ അതേ റെഡിയായി. 8 മണിയായി, ഞങ്ങൾ ഇറങ്ങാൻ പോവാണ് കേട്ടോ. നമ്മുടെ നിറമോളുടെ മിറക്കുട്ടിക്ക് എല്ലാവിധ ജന്മദിനാശംസകളും അല്ലേ? നമ്മൾ പോയിട്ട് നേരിട്ട് തന്നെ പറയുന്നുണ്ട്. പിന്നെ ഗിഫ്റ്റ് ഉണ്ടോ ചോക്കട്ടെ മിറക്ക്? അതെ, ഇതാണ് നമ്മുടെ മിറക്കുട്ടന്റെ ഗിഫ്റ്റ്. ഇത് നമ്മൾ എന്നാന്ന് പറയത്തില്ല അല്ലേ? ഇപ്പം നമുക്ക് അവിടെ ചെന്ന് നമുക്ക് കേക്ക് ഒക്കെ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ കാണിക്കാട്ടെ എന്താ ഗിഫ്റ്റ് അല്ലെ? സർപ്രൈസ് ആയിട്ടിരിക്കട്ടെ അല്ലെ ചോക്കട്ട? അപ്പൊ എന്തായാലും നമ്മള് റീവിനെയും മിറേനെയും അനിയത്തിനെയും ഫാമിലിയൊക്കെ കാണാൻ വേണ്ടി പോവാണ്. അപ്പൊ എന്തായാലും നമുക്ക് ഇവിടുന്ന് ഒരു 5-5.5 മണിക്കൂർ ഡ്രൈവ് ഉണ്ട് അല്ലേ? അപ്പൊ അതാണ് ജോയ്ക്ക് ഏറ്റവും ബോറുള്ള കാര്യം. അപ്പം ഗെയിം കളിക്കാം, പിന്നെ സിനിമയൊക്കെ കാണാൻ എടുത്തിട്ടുണ്ട്, ജോയുടെ ഫേവറേറ്റ് കാർട്ടൂൺ ഒക്കെ. അപ്പൊ അതുകൊണ്ട് ജോ കുറച്ച് നേരം പോണ്ടായിരിക്കും അല്ലേ? അപ്പൊ എന്റെ ജോയ്ക്ക് സ്കൂളിലൊന്നും പോകണ്ടായിരുന്നു കേട്ടോ. ഇവരുടെ ബർത്ത്ഡേ പ്രമാണിച്ച് സ്കൂളിലൊന്നും പോകുന്നില്ല, സ്കൂൾ ലീവാണ് ജോ. അപ്പൊ നമുക്ക് താമസിക്കാതിട്ട് നമുക്ക് അങ്ങ് ഇറങ്ങിയേക്കാവും അല്ലേ? അപ്പൊ ഷോർട്ട് ട്രിപ്പാണ് കേട്ടോ, ഒരു ചെറിയ ക്വിക്ക് വിസിറ്റ് ആണ്. അപ്പൊ അതെ, ഇച്ചാൻ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അല്ലേ? ഇച്ച നമുക്കൊന്ന് ഇറങ്ങിയാലോ? ഇവിടെ ഏറ്റവും ലാസ്റ്റ് റെഡി ആവുന്ന ആൾ ഇച്ചാനാണ്. അത് സമയം കൂടുതൽ എടുക്കുന്നോണ്ടല്ല, പക്ഷെ ഞങ്ങളൊക്കെ റെഡി ആയിട്ട് കഴിഞ്ഞിട്ട് ഇച്ചാൻ റെഡി ആവത്തുള്ളൂ അല്ലേ? കാരണം ഇച്ചാന് വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഇച്ചാൻ പെട്ടെന്ന് റെഡി ആവും, 5 മിനിറ്റ് കൊണ്ട് റെഡി ആവും കേട്ടോ. അപ്പൊ നമ്മൾ പതുക്കെ സാധനങ്ങളൊക്കെ വണ്ടിയിലേക്ക് എടുത്ത് വെച്ചാലോ? പോവാ, ബാ. അതെ, നമ്മള് പെട്ടിയൊക്കെ കൊണ്ട് കാറിലേക്ക് വെക്കുവാണ്. നമ്മൾ ഒരു ദിവസത്തേക്കാണ് പോണതല്ലേ അല്ലേ അമ്മി? എന്നാലും നമുക്ക് സാധനങ്ങളുണ്ട് കേട്ടോ. നമ്മൾ ഇന്ന് അവിടെ സ്റ്റേ ചെയ്യും കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ റെഡി ആയല്ലേ എല്ലാം പോകാനായിട്ട്? പെട്ടിയൊക്കെ വണ്ടിക്കകത്ത് കയറ്റി ചെറിയ ഷോർട്ട് ട്രിപ്പാ അല്ലേ നമ്മള് പോവുകയാണ്. അപ്പൊ ഇനിയും പോകുന്ന വഴി നമ്മൾ കുറച്ച് വീഡിയോസ് ഒക്കെ എടുക്കാം. ബാക്കി നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞ് എല്ലാരെയും ആയിട്ട് നമുക്ക് കാണിക്കാം അല്ലേ? അപ്പൊ എന്നാ പിന്നെ നമുക്ക് പോവാം, അവിടെ ചെന്നിട്ടും കാണാം. ഓക്കെ ഓക്കെ, അപ്പൊ നമ്മള് ജേർണി ഹാഫ് വേ ആയോ ചായ? ഹാഫ് വേ ഒന്നും ആയിട്ടില്ല കേട്ടോ. ഞങ്ങള് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പൊ ഒരു 50 കിലോമീറ്റർ ജസ്റ്റ് ആകുന്നേ ഉള്ളു കേട്ടോ. പപ്പ, മമ്മി, നമ്മുടെ ജോ എന്നാ പരിപാടി? ജോ ഗെയിം കളിക്കുന്നു, സിനിമ കാണൽ, അങ്ങനത്തെ പരിപാടിയിൽ ജോ മുഴുകിയിരിക്കുകയാണ്. ഇതൊരു സോഫാറ് നല്ല ജേർണിയാണ് കേട്ടോ. നമുക്ക് വലിയ ട്രാഫിക്കും കാര്യങ്ങളും ഒന്നുമില്ല. കാണിച്ചല്ലേ കണ്ടോ, 2 വശത്ത് ഇങ്ങനെ കണ്ടെത്താ ദൂരം കണ്ടോ ഗ്രാസ് ലാൻഡുകളാണ് കേട്ടോ. കണ്ടോ, നല്ല രസമല്ലേ വഴി കാണാൻ? നല്ല ഭംഗിയുണ്ട് കേട്ടോ നമ്മളീ പോകുന്ന വഴികൾ കാണാനായിട്ട്. കണ്ടെത്താ ദൂരം ഇങ്ങനെ കിടക്കുവാണ്. അമ്മയൊക്കെ ചെറിയ ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്നെന്ന് തോന്നുന്നില്ലേ മമ്മി? ഇല്ലേ? ഓക്കെ, അപ്പൊ നമ്മള് നമ്മുടെ പുതിയ എസ്റ്റേറ്റിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇതാണ് നമ്മുടെ പുതിയ എസ്റ്റേറ്റ്. കണ്ടോ, കുറെ കുതിരകളൊക്കെ നമുക്കുണ്ട്. കണ്ടോ, ഇത്രയും വലിയ എസ്റ്റേറ്റ് ആണ് കേട്ടോ. നമ്മൾ ഇടയ്ക്ക് നമ്മൾ ഇടക്കാല ആശ്വാസം ലോങ് ഡ്രൈവ് ഒക്കെ പോകുമ്പോൾ നമുക്കൊന്ന് നിന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി നമ്മൾ മേടിച്ചേക്കുന്ന ഒരു എസ്റ്റേറ്റ് ആണിത്. വെറുതെ പറഞ്ഞാണ്, എല്ലാവരുടെ എസ്റ്റേറ്റ് ആണ് കേട്ടോ. അപ്പൊ നമ്മള് കുറച്ച് കട്ടൻ കാപ്പിയൊക്കെ എടുത്തല്ലേ അമ്മി? ഫ്ലാസ്കില് ഇപ്പൊ നമ്മള് ഫ്ലാസ്കില് കുറച്ച് കട്ടൻ കാപ്പിയൊക്കെ എടുത്തിട്ടുണ്ട്. ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ആവട്ടെ എന്നൊക്കെ വിചാരിച്ചല്ലേ. അങ്ങനെ നമ്മൾ കട്ടൻ കുടിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് നിർത്തി ഇറങ്ങിയതാണ്. ഒരു ചെറിയ തണലൊക്കെ കണ്ടപ്പോഴത്തേക്കിനെ. ജോക്കുട്ടാ, ഇരുന്ന് മടുത്തോ? അവിടെ കുറെ കുതിരകളൊക്കെ നിൽപ്പുണ്ട് കേട്ടോ. ആ വീട്ടുകാരുടെ ആണെന്ന് തോന്നുന്നു ഈ ഫാം അല്ലേ ചായ? നമുക്ക് കട്ടൻ കുടിച്ചാലോ? നമ്മള് ഫ്ലാസ്കിലാണ്, പക്ഷെ ഫ്ലാസ്ക് ഒക്കെ നമ്മള് നൂലില് കെട്ടിയൊക്കെ നിർത്തിയേക്കുവാണ് മറിയാതെ കേട്ടോ. പപ്പയാണ് കെട്ടിയത്, അവിടെ അഴിക്കാൻ വേണ്ടി പപ്പ തന്നെ വേണം. അഴിക്കാൻ പറ്റും. അതെ അതെ അതെ.
ഡിസ്പോസിബിൾ ഗ്ലാസ് ഒക്കെ ആയിട്ടാണ് വന്നേക്കുന്നത്. ഇങ്ങനെ അവള് കട്ടൻ കാപ്പി ഒക്കെ കൊണ്ടുവന്ന വഴിക്കൊക്കെ ഇറങ്ങി ഇങ്ങനെ കുടിക്കുന്ന ഒരു സന്തോഷമല്ലേ അല്ലേ? ജോയ്ക്ക് ഒരു ആവരണത്തിന്റെ അടിയിൽ കുറച്ച് ഒഴിച്ചിട്ട് കൊടുത്താൽ മതി. വീട്ടിൽ ഒരിക്കലും കട്ടൻ കാപ്പി കുടിക്കാതെ ജോയ്ക്ക് ഇന്ന് കട്ടൻ കാപ്പി ഓപ്പോസിറ്റ് സിമട്രി ആണ് കേട്ടോ കാണിച്ചേ. കണ്ടോ, ഒരു സിമട്രി ആണ് ഓപ്പോസിറ്റ്. നിങ്ങൾ അങ്ങനെ നമ്മുടെ ചെറിയ ലഘു റിഫ്രഷ്മെന്റ് ഒക്കെ കഴിഞ്ഞല്ലേ, നമ്മള് പിന്നെ ഒന്ന് എനർജറ്റിക് ആയി. നമ്മള് കട്ടൻ കാപ്പി കുടിച്ചു. അതുപോലെ നമ്മുടെ പാർലേജി ബിസ്ക്കറ്റ് ഉണ്ട്, നമ്മുടെ നാട്ടിലെ പാർലേജി ആണ്, അതൊക്കെ മുക്കി കഴിച്ചു. ഇനിയിപ്പോ നമുക്ക് അതൊക്കെ യാത്ര തുടർന്നാലോ? നല്ല രസമുണ്ട് ഇവിടെ എല്ലാവരുമായിട്ട് ഇങ്ങനെ ഒരുമിച്ചൊക്കെ ഇരിക്കാനായിട്ട്. പക്ഷെ നമുക്ക് അതിന് ഇരുന്ന് ഇരിക്കാൻ സമയമില്ല, അവിടെ എത്തണം. അപ്പൊ നമ്മളിതേ നമ്മുടെ അനിയത്തിന്റെ ഒക്കെ വീട് എത്താറായി. അവരുടെ സബർബിലാണ് ഇപ്പൊ നമ്മള് കേട്ടോ. നല്ല വെതറാണ്, നല്ല ക്ലിയർ സ്കൈ ആണ് കേട്ടോ. ക്യാൻബറയെക്കാട്ടില് ചൂട് കൂടുതലല്ലേ ഇവിടെ? 35 ഡിഗ്രി കാണിക്കുന്നുണ്ട് കേട്ടോ. വീടെത്തി ഈ ലെഫ്റ്റിലാണ് കേട്ടോ. ഇന്ന് അവരുടെ ബിന്നിന്റെ ഡേ ആയിരുന്നെന്ന് തോന്നുന്നു കേട്ടോ. എല്ലാവരുടെയും ബിന്നൊക്കെ പുറത്ത് വെച്ചിട്ടുണ്ട്. ബിന്നൊക്കെ എം ടി ആക്കിയെന്ന് തോന്നുന്നു. നമ്മുടെ വീടെത്തി കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ ചെല്ലി. ഇവർക്കൊരു ഷേക്ക് ഹാൻഡ് കൊടുത്ത് ഹാപ്പി ബർത്ത്ഡേ പറ. മിറു ദേ മിറ ഹാപ്പി ബർത്ത്ഡേ പറയട്ടെ. മിറ ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ പറ. താരുവീനോ റീവു അറിയുവോ? ഹലോ, ഭയങ്കര ചൂടല്ലേ ഇവിടെ? നല്ല ചൂടുണ്ട് കേട്ടോ. പൊള്ളുന്ന വെയില്, നല്ല പൊള്ളുന്ന ചൂട്. Happy birthday to you, Mira. ഭയങ്കര അറ്റാച്ച്മെന്റ് ആണ് കേട്ടോ. വീട്ടുകാരി വാവുന്നാണോ അവര്? അമ്മച്ചി വേണ്ടോ? അവക്ക് കുഴപ്പമില്ലായിരുന്നു കേട്ടോ. വലിയ പെണ്ണായില്ലേ? 3 വയസ്സായി. 3 ഇയേഴ്സ് ആണോ മിറ? ഇപ്പം പമ്പെടുക്കാൻ മറന്നു പോയാ ഓർത്തോണ്ടിരുന്നതാണ്, അത് വിട്ടുപോയി. ഒരു ആക്ടിവിറ്റി ഇല്ലായിരുന്നു. അന്ന് ഒച്ചയില്ല. കളിക്കാൻ
ഞാൻ തന്നെ പറഞ്ഞില്ലേ വന്നാ പറഞ്ഞത് തന്നെ സോഷ്യലിന്റെ അടുത്തങ്ങ് പോകും വേറെ ആരുടെ അടുത്തങ്ങോട്ട് ആദ്യം അടുക്കില്ല. അപ്പൊ ഞങ്ങളിത് ലഞ്ചൊക്കെ കഴിക്കാനുണ്ട്. അപ്പം പപ്പയും മമ്മിയും കഴിച്ചു കഴിഞ്ഞു. അപ്പൊ ഞങ്ങളിത് മൂന്നിട്ട് കഴിക്കാൻ ഇരിക്കുവാണ്. എന്നാക്കാണെന്ന് പറയാം, ഇവിടെ പയറുമണിത്തോരനുണ്ട്, ചൂണ ഫിഷ് കറി ഉണ്ട്, നമ്മുടെ സോലുവിന്റെ സ്പെഷ്യൽ ബീഫ് കറി ഉണ്ട്, ചൂണ അതിന്റെ സ്പെഷ്യൽ വെളുത്തുള്ളി അച്ചാറുണ്ട്. അപ്പം അടിപൊളി ടേസ്റ്റി ആണ് കേട്ടോ. നല്ല മോര്, മോരുണ്ട്, ഫിഷ് കറി ഉണ്ട്, അപ്പൊ ചോറുണ്ട്. അപ്പൊ നമ്മുടെ ബർത്ത്ഡേ കൊണ്ട് ഓടി നടക്കുന്നുണ്ടേ. ഭയങ്കര ഹാപ്പി ആയിട്ടല്ലേ? ഹാപ്പിയാണ്. ജോയും മിറയും ഭയങ്കര കളിയാണ് കേട്ടോ. ഭയങ്കര കൂട്ടാണ് രണ്ടുപേരും. നേരത്തെ ഇവിടെ ഇത്ര ചെറുതായതുകൊണ്ട് അവന് ഭയങ്കര സങ്കടമായിരുന്നു, അവള് കളിക്കത്തില്ലെന്ന് പറഞ്ഞ്. പക്ഷെ ഇപ്പൊ അവൾ ഇച്ചിരി വലുതായപ്പോഴത്തേക്കിന് ജോയോട് ഭയങ്കര കമ്പനിയാണ് കേട്ടോ. അവിടെ ഭയങ്കര പ്ലേഫുൾ ആണ് രണ്ടുപേരും. പിന്നെ റീവ് ഉറക്കമാണ്. എന്ത് ഉറക്കണം റീവ് പറഞ്ഞു. റീവ് ആരും വിളിച്ചിട്ട് പോയില്ല. ഞാൻ പിന്നെ എന്നോട് തന്നെയായിരുന്നു. അപ്പൊ നമുക്കിനി ചോറൊക്കെ ഉണ്ടിട്ട് ഒന്ന് റിലാക്സ് ചെയ്തിട്ട് ഇനിയിപ്പോ നമുക്ക് ബലൂൺ വീർപ്പിക്കൽ പരിപാടികളൊക്കെ ചോറ് കഴിച്ച് മനസ്സ് വെക്കുവാണ്. അപ്പൊ ഞാൻ ആക്ച്വലി ബലൂൺ പമ്പ് നമ്മുടെ വീട്ടിലുണ്ട്. അപ്പൊ ഇലക്ട്രിക് പമ്പ്. അപ്പൊ പെട്ടെന്ന് നമുക്ക് ബലൂൺ വീർപ്പിക്കായിരുന്നു. അപ്പൊ ഞാൻ ഇവിടെ അടുത്ത് കൊണ്ടുവരാമെന്ന് പറഞ്ഞ് ഞാൻ സമയം ഇപ്പൊ മറന്നുപോയി. ഞാൻ വന്നപ്പോഴും ഇനിയിപ്പോ എല്ലാരും അപ്പൊ ഞങ്ങൾ എല്ലാരും ഓരോ 10 ബലൂൺ വെച്ച് എല്ലാരും വീർപ്പിക്കുവാണ്. ടാസ്ക് കൊടുക്കാൻ പോവാണ് ഞങ്ങള്. ഏറ്റവും കൂടുതൽ വീർപ്പിക്കുന്ന ആരാണ്? പ്രൈസ് ഉണ്ടോ? അപ്പൊ അങ്ങനെ നോക്കിട്ട് കുറച്ചുകൂടെ കഴിയുമ്പോ ബർത്ത്ഡേ ഡെക്കറേഷൻ പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് കാണാം അല്ലെ? അപ്പൊ അതുവരെ ഓക്കെ. അപ്പൊ അതെ എല്ലാരും ബലൂണൊക്കെ വീർപ്പിച്ചോണ്ടിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ വീർപ്പിക്കുന്ന ഇച്ചാനാണ് കേട്ടോ. ലങ് കപ്പാസിറ്റി കൂടുതൽ ഇച്ചാനാന്ന് തോന്നുന്നു. മമ്മി ഒരെണ്ണം വീർപ്പിച്ചോ? മമ്മി ഇല്ല, 2 വീർപ്പിച്ചോ? ഇച്ചിരി ടഫാല്ലേ ഇത് വീർപ്പിക്കാനായിട്ട്? ഭയങ്കര പാടാണ്. എനിക്ക് ഭയങ്കര ടഫാണ് വീർപ്പിക്കാനായിട്ട്. പക്ഷെ ഇച്ചായൻ അത്യാവശ്യം വീർപ്പിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ കുറച്ച് ബലൂൺസ് ഒക്കെ വീർപ്പിച്ചു. അങ്ങള് വീർപ്പിക്കുന്നുണ്ടോ അങ്ങളെ ബലൂൺ? എന്റെ അവസ്ഥ തന്നെ, എനിക്കും പറ്റുകയല്ല. ഭയങ്കര പാടായത് വീർപ്പിക്കാനായിട്ട്. അതെ. ഇപ്പൊ സോനുവും ആന്റിയും കൂടെ ബലൂണിന്റെ മറ്റേ അല്ലാത്തൊരു മാനുവൽ പമ്പ് ഉണ്ട്, അത് തപ്പിക്കൊണ്ടിരിക്കുക. അതെ. കിട്ടിയോ പമ്പ് കിട്ടിയില്ലേ? സാരമില്ല. മിറ ബലൂൺ കാണിച്ചേ. മിറ ആരുടെ ബർത്ത്ഡേ എന്ന്? മിറ ഇത് ആരുടെ ബർത്ത്ഡേയാ? ഇന്ന് ആരുടെ ബർത്ത്ഡേയാ? റീവിന്റെ ബർത്ത്ഡേ ആണോ ഇന്ന്? ആണോ? ഇന്ന് ആരുടെ ബർത്ത്ഡേയാ? കൂടുതൽ ഏറ്റവും നല്ലപോലെ ബലൂൺ വീർപ്പിക്കുന്ന ആളാണ് ഈ കാണുന്നത് കേട്ടോ. ലങ് കപ്പാസിറ്റി കൂടുതലുള്ള ആളാണ്. സോനു മോശമല്ല കേട്ടോ. എനിക്ക് ഞാൻ 2-3 വീർപ്പിച്ചു ഞാൻ. പക്ഷെ ആക്ച്വലി ഇത് വളരെ എളുപ്പമാണെന്ന് വിചാരിച്ചാണ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ ഇത് പാടാണ്. പൊട്ടരുത്. പൊട്ടിക്കില്ലേ. നല്ല കളേഴ്സ് ആണ് കേട്ടോ. എല്ലാവരും നല്ലൊരു വൈബ്രന്റ് കളേഴ്സ് മിക്സ്, ഒരു മെർമെയ്ഡ് കളേഴ്സ്. ഓ, ഇച്ചാന്റെ സിലിണ്ടറിക്കൽ ഷേപ്പിലൊക്കെ കേട്ടോ വരുന്നത്. സോനുവിന്റെ കറക്റ്റ് ബലൂൺ. ഇച്ചാന്റെ സിലിണ്ടർ ആയിട്ടോ വരുന്നത്. മതി. നല്ല മെറ്റാലിക് ഷെയ്ഡ് ബലൂൺസ് ആട്ടോ. മെറ്റാലിക് ബലൂൺസ് ആണ് കേട്ടോ. നല്ലൊരു ഗ്ലേസിംഗ് അല്ലേ മീ? നല്ല ഗ്ലേസിംഗ് ആണ് ബലൂൺസ്. ജോ ബലൂൺ കൊണ്ട് അങ്ങ് ആർമാദികയാണ് കേട്ടോ. ജോ ആർമാദനാണ് ബലൂണായിട്ട്. കിട്ടിയോ ആന്റി?
ഇതാണ് പമ്പ്. മറ്റേ പമ്പിന് നന്നായിട്ട് വരും വീർപ്പിക്കാനാണ്. ഇതുവരെ ഉള്ളതിലും വെച്ച് ഇച്ചാനും സോനുവാണ്. ഞാനും മമ്മി ഔട്ടായി ഓൾറെഡി. ഈ ആന്റീനെ ടെസ്റ്റ് ചെയ്ത് നോക്കാം. അങ്കിൾ ഓൾറെഡി വെളിയും വിളിപ്പിക്കുന്നില്ല പറഞ്ഞു. ആ ഓക്കെ 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 ഓക്കെ. സമ്മാനദാനം ഓസിയമ്മ ആന്റി. മറ്റേ പമ്പോട്ട് പറ്റില്ല. ാണ് കേട്ടോ. മാനുവൽ പമ്പ്. മാനുവൽ ബോളൊക്കെ വീർപ്പിക്കുന്ന പമ്പ. അതുകൊണ്ടോ ആ അത് വെച്ച് പറ്റുമോ? അത് പറ്റില്ല. അങ്ങനെ പറ്റില്ല. ഞാൻ വേണമെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ആക്കി തരാം, പിന്നെ വേറെ ബാക്കി വായും കൊണ്ട് വീർപ്പിച്ചാൽ മതി. അല്ല മൊത്തം വീർക്കുകയല്ലേ ഇതപ്പം. ഓ ഇത് കുഴപ്പമില്ല കേട്ടോ. സമയം എടുക്കുവാണ്. അത് പെട്ടെന്ന് ആ അല്ല ഉണ്ട് 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 ഉണ്ട്. ആ എങ്ങാണ്ടൊക്കെ പോകുന്നു. അത് മീഡിയം സൈസ് അയച്ചായ. ചില ബലൂൺ കുറച്ച് അപ്പൊ ഇവള് വീർപ്പിക്കുന്ന വലുതാ. അത് മതിയെന്ന് തോന്നുന്നു. അത് പൊട്ടു ഇനി. മതി 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 മതി. ഇനഫ് ഇനഫ്. ആ അപ്പൊ എന്നായാലും ഓക്കെ. അതിന്റെ നമ്മൾ ഓൾട്ടർനേറ്റീവ് കണ്ടുപിടിച്ചിട്ടുണ്ട്. കടിക്കരുതേ. ആരാണ് പൊട്ടിച്ചേ? ആദ്യത്തെ ബലൂൺ പൊട്ടിയിരിക്കുകയാണ്. നോ പറഞ്ഞു. ചോദിച്ചേട്ടായിക്ക് അറിയത്തില്ലല്ലേ? പോട്ടെ 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 പോട്ടെ. എത്രയും പോരെ ഇച്ചാ നോക്കി അതിന്റെ വലിപ്പം. മതി 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 മതി. താങ്ക് യു. ഒന്ന് കെട്ട്. കുറച്ചേ ഉള്ളൂ നമുക്ക് വീർപ്പിക്കാനായിട്ട്. ജോ ആണ് ഇപ്പൊ നമ്മള് പമ്പൊക്കെ ഏറ്റെടുത്തേക്കുന്നതാണ് കേട്ടോ. നല്ല വീർപ്പിയിലാണ് കേട്ടോ. അപ്പൊ അതിനും താമസിക്കാതെ നമ്മള് ഒരു ആർച്ചാണ് നമ്മൾ അല്ലെ ഒരു ആർച്ചാണ് പ്ലാൻ ചെയ്തത്. ബലൂൺ ആർച്ച്. ആർച്ച് ഇവിടെ സെറ്റ് ചെയ്ത് കണക്ഷൻ ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ണടക്കായിരുന്നു മുത്തേ, കണ്ണടക്കായിരുന്നേ. അപ്പൊ നമ്മള് മിറേനെ റെഡി ആക്കുവാണ്. ബർത്ത്ഡേ ഗേൾ മെർമെയ്ഡ് ആണ് കേട്ടോ മിറക്കുട്ടി. അല്ലേ മിറക്കുട്ടി? മെർമെയ്ഡ് ആണോ? മെർമെയ്ഡ് ആണോ ഇത്? യെസ് പറഞ്ഞേ. യെസ്. ബാഗ് കാണിച്ചിട്ടാ കേട്ടോ. ഇതാട്ടോ ബാഗ്. നല്ല ഭംഗിയുണ്ടല്ലേ? ലിപ്സ്റ്റിക് 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 ഇട്ടില്ല. ഓക്കെ കുട്ടി റെഡി ആയിട്ട് നിൽക്കുവാണ്. നല്ല മെർമെയ്ഡിന്റെ ഡ്രസ്സൊക്കെ ഇട്ടൊക്കെ നല്ല അല്ല മിറക്കുട്ടി? മെർമെയ്ഡ് ആണ് കേട്ടോ. ഹായ്. അപ്പോൾ നമ്മൾ അധികം താമസിക്കാതെ കേക്ക് കട്ട് ചെയ്യേ മിറക്കുട്ടി? കേക്ക് കട്ടേണ്ടേ? നമുക്ക് കേക്ക് കട്ട് ചെയ്യണ്ടേ? ജോക്കുട്ടൻ്റെ ഇതാണ് കേട്ടോ, നമ്മുടെ ജോക്കുട്ടൻ്റെ ഡ്രസ്സ്. ഇവിടെ കാണിച്ചെന്ന് അങ്ങോട്ട് കാണിച്ചേ. ജോക്കുട്ടിനെയും മിറയും കൂടെ നിർത്തിക്കാം. മാച്ചിങ് ആണോ നോക്കട്ടെ. ആ ജോച്ചേട്ടാ കൂടെ വന്ന് ഇങ്ങോട്ട് നോക്ക് മിറക്കുട്ടി ഇങ്ങോട്ട് നോക്കിയേ. മാച്ചിങ് ആണോ നോക്കട്ടെ രണ്ടുപേരും. ആ സൂപ്പർ ആണല്ലോ. ഇങ്ങോട്ട് നോക്കിയേ മിറക്കുട്ടി. സൂപ്പർ. ജോ മിറാനെ പിടിച്ചേ, ഇങ്ങനെ പിടിച്ചേ. അടിപൊളി. നോക്കട്ടെ. സൂപ്പർ. മിറ ഇങ്ങോട്ട് നോക്കി. ടീനെ നോക്കിയേ. അടിപൊളിയാട്ടോ രണ്ടുപേരും. സൂപ്പർ. പർപ്പിൾ തീമാണ് കേട്ടോ അല്ലേ? മമ്മിയും ഏകദേശം പർപ്പിൾ തീമാണ്. ഞാനൊരു പിങ്ക് ആണ് കേട്ടോ. അതെ അതെ അതെ. നല്ല അടിപൊളിയായിരുന്നു. നല്ല കോമ്പിനേഷൻ. അടിപൊളി. ആ ഇത് ഇച്ചാൻ്റെ ഏകദേശം ഒരു റോ എന്ന് വെച്ചാൽ നമ്മുടെ
ഏകദേശം. അതെ അതെ അതെ, ഔസേപ്പച്ചനും അങ്കിളും വൈറ്റാ. യു ആണ്. അപ്പോ ഇതാണ് നമ്മുടെ ഡ്രസ്സ് കേട്ടോ. എല്ലാവരും പർപ്പിൾ തീമാണ്, മെർമെയ്ഡ് തീമാണ് നമ്മുടെ ബർത്ത്ഡേക്ക്. അപ്പൊ ഞാനൊരു പിങ്ക് ആണ്, പക്ഷെ ബാക്കി എല്ലാവരും ഒരു പർപ്പിളിന്റെ മയമാണ് കേട്ടോ ഇട്ടേക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഇനിയിപ്പോ അധികം താമസിക്കാതെ കേക്ക് കട്ടിങ്ങിലേക്ക് പോകുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, ഔസേപ്പച്ചൻ വൈറ്റ് ആണ് കേട്ടോ. അങ്കിളിന്റെ ചാച്ചന് ഔസേപ്പച്ചനും പക്ഷെ വൈറ്റും പർപ്പിളും മാച്ചാ കേട്ടോ അല്ലേ? ഒരുമിച്ച് നിൽക്കുമ്പോഴത്തേക്ക് വൈറ്റും പർപ്പിളും അങ്കിളും ആന്റിന്റെ നല്ല മാച്ചാണ് കേട്ടോ. അടിപൊളി. അല്ല, ഒറിജിനലി മാച്ചാണ്, ഡ്രസ്സും മാച്ചാണെന്നാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, സോനു ഔസേപ്പച്ചനും അടിപൊളി മാച്ചാണ്. പിന്നെ ഇത് നമ്മുടെ സോനുവിൻ്റെ നിമിഷയുടെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫാണ് ക്യാതി. നിമിഷ ജോയിൻ ചെയ്തപ്പോൾ തൊട്ടുള്ള പരിചയമാണ്, നമുക്ക് എല്ലാവർക്കും ക്ലോസ് ആണ്. ക്യാൻബറയിലൊക്കെ നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ. താങ്ക് യു താങ്ക് യു താങ്ക് യു. നിമിഷ തന്നെത്താനെ ഡിസൈൻ ചെയ്ത് ഉണ്ടാക്കിയ കേക്കാണ് കേട്ടോ ഇത്. മെർമെയ്ഡ് തീമില് നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഡെക്കറേഷൻ ഒക്കെ നമ്മൾ ഇന്ന് വന്നിട്ട് എല്ലാവരും കൂടെ ചെയ്താണ് ഡെക്കറേഷൻ. മെർമെയ്ഡ് തീമാണ് കേട്ടോ. നല്ല രസമുണ്ടല്ലേ? അടിപൊളി. റീബുവിനെ കാണിച്ചില്ലേ? റീബു റീബു ഇവിടെ നിൽക്കേ. ഹാപ്പി ബർത്ത്ഡേ പാടാം. ഓക്കേ, ലെറ്റ്സ് ഗോ. ജോർക്ക പാടിക്കണം കേട്ടോ. ജോർക്ക പാടണം കേട്ടോ. യോ പ്ലീസ്. മയറടി മയറ. ഇച്ചായി ഇവിടെ എടുക്കാവോ? വേറെ എടുക്കാവോ? Happy birthday dear Mira. Happy birthday to you. ജോ ചെല്ലേ. ഓക്കെ ഓക്കെ ഓപ്പൺ.
have it. Johan's gift. Yeah. ഓക്കെ, അപ്പൊ നമ്മുടെ മിറാന്റെ ബർത്ത്ഡേ ഒക്കെ നമ്മൾ അടിച്ചു പൊളിച്ചല്ലേ. അടിപൊളി ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിരുന്നു കേട്ടോ. ഡെക്കറേഷൻ ഒക്കെ ഉണ്ട്. ജോ കുറച്ച് ബലൂണുകളൊക്കെ പൊട്ടിച്ചു തുടങ്ങിയിട്ടുണ്ട്. ബാക്കി ഞങ്ങളിപ്പോൾ രാത്രിയാണ് പൊട്ടിക്കണം എന്ന് പറഞ്ഞ് വെച്ചേക്കാണല്ലേ. നല്ല അടിപൊളി ഫുഡൊക്കെ ആയിരുന്നു. നല്ല അടിപൊളി ബിരിയാണി ഒക്കെ ആയിരുന്നു. സൂപ്പറായിരുന്നു കേട്ടോ. ആരാ ഉണ്ടാക്കിയത്? ഔസേപ്പച്ചൻ്റെ സ്പെഷ്യൽ ബിരിയാണി ആയിരുന്നു കേട്ടോ. നമുക്ക് ബർത്ത്ഡേ സ്പെഷ്യൽ. അടിപൊളി അടിപൊളി അടിപൊളി. ഇത്ര സ്പൈസി അല്ലായിരുന്നു, സൂപ്പറായിരുന്നു. അടിപൊളി അടിപൊളി. അങ്ങനെ അടിപൊളി സെലിബ്രേഷൻ ആണ് കേട്ടോ. എല്ലാം സൂപ്പർ. റീവൂട്ടൻ ഇപ്പം ചോറുണ്ട് കഴിഞ്ഞതേ ഉള്ളു കേട്ടോ. മിറ ബർത്ത്ഡേ അടിപൊളിയായിരുന്നോ മിറ ജോ ബർത്ത്ഡേ അടിപൊളിയായിരുന്നോ? സൂപ്പറാ. മിറയുടെ ക്ലിപ്പൊക്കെ താഴെ വന്നു കേട്ടോ. മേളിയും താഴെ വന്നു. എന്തായാലും അടിപൊളി ഒരു ദിവസമായിരുന്നു. ഇപ്പൊ നമ്മള് രാവിലെ ഇറങ്ങും കേട്ടോ. നമ്മൾ തിരിച്ച് ക്യാൻബറയ്ക്ക് പോവും. പിന്നെ ഇവര് നാളെ മെൽബൺ അല്ലേ? മെൽബൺ. ഓക്കെ, അപ്പം മമ്മി ഇച്ചാൻ ഓൾറെഡി കിടക്കാൻ പോയെന്ന് തോന്നുന്നു. അപ്പൊ ആന്റി അടിപൊളി പരിപാടിയായിരുന്നു കേട്ടോ. സൂപ്പർ ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിരുന്നു. അടിപൊളി മമ്മയുടെ. അതെ അതെ അതെ. അപ്പൊ എല്ലാവരുടെയും കൂടെ ഒത്തൊരുമിച്ച് ഒരു പരിപാടിയും കൂടെ ആയിരുന്നു. അതെ അതെ അതെ. അപ്പൊ എനിവേ നമുക്ക് ഒരു ദിവസം നമുക്ക് എല്ലാവർക്കും അടിച്ചു പൊളിച്ച് ബർത്ത്ഡേ ഒക്കെ ആഘോഷിക്കാൻ പറ്റാവുന്നതല്ല. ഇനിയിപ്പം നമുക്ക് അവധി കിട്ടുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എല്ലാവരും വരണം കേട്ടോ. അപ്പൊ എന്തായാലും നമ്മുടെ ഈ ഒരു വ്ളോഗ് നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ. അപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ ഈ ഒരു വ്ളോഗ് നമ്മുടെ മിറക്കുട്ടിന്റെ ബർത്ത്ഡേ വ്ളോഗ് ആയിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പൊ ഇതെല്ലാം ഇഷ്ടമായെങ്കിൽ എന്നാ ചെയ്യണം? ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ എല്ലാവരും ബൈ ബൈ പറഞ്ഞേ. ബൈ. ഇവിടെ ബൈ ബൈ. ഓക്കെ, അപ്പൊ ടേക്ക് കെയർ. ഗോഡ് ബ്ലസ്. ബൈ ബൈ.